ഹലോ മമ്മി എന്നുള്ള പേരും അതിന്റെ ആ എഴുത്തും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു ഹൊറർ കോമഡി കുറച്ച് മിസ്റ്ററി ഒക്കെ ഉള്ള ഒരു ഇതാണ്. ശരിക്കും മമ്മിയുടെ മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഫാന്റസി എലിമെന്റ്സ് ആണ്. ഹൊറർ എന്ന് ഞാൻ പറയില്ല. ഹൊറർ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ പേടിപ്പെടുത്തണമല്ലോ. അപ്പൊ ഇതിനകത്ത് ഒട്ടും പേടിപ്പെടുത്തുന്ന ഒരു മമ്മി സ്നേഹമാണ്, പേടിപ്പിക്കില്ല, ഉപദ്രവിക്കുള്ളൂ. ആരെ? അതാ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ആരെയാണെന്ന് മനസ്സിലാവുന്നത്. അതെ, ഇത്രയും സ്നേഹമുള്ളൊരു മദറിലോ അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള, ഇപ്പം ഐഷു പറഞ്ഞത് കറക്റ്റാണ്, ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ആ ഫാൽമിക്ക് ശേഷം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സാധനം? ജോണർ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ്. ഇപ്പൊ ആക്ടേഴ്സിനായാലും റൈറ്റേഴ്സിനായാലും ഡയറക്ടേഴ്സിനായാലും പറഞ്ഞാൽ ഒരു കാര്യം മാറ്റി ചെയ്യുക എന്നുള്ളത്, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രഷ് എയർ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു മാറ്റിപ്പെടുത്തം മാത്രമാണ് ഹലോ മമ്മി എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഒരു വൺ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് നോക്കൂലോ എത്രത്തോളം വളരും. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് തന്നെ ചിരിക്കാൻ പറ്റുക. അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ സീനും ചെയ്യുമ്പം ആക്ച്വലി ഹലോ മമ്മി എന്നുള്ള പടം നന്നായിട്ട് ചിരിച്ച് ചെയ്തൊരു പടം തന്നെയാണ്. ഫീല് സെറ്റിലുണ്ടെങ്കിൽ അത് സിനിമയിലും ഉണ്ടാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ജോമോനെ കുറിച്ച് പറയണേ തൊട്ട് എല്ലാം പൊന്നാക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അഭിനയിച്ച എല്ലാ സിനിമയിലും സൂക്ഷിച്ചോ. അല്ലേ, ഇപ്പൊ വാഴ സക്സസിന് ശേഷമാണ് നമ്മുടെ മമ്മി പോലെ പൂക്കോ? ഉറപ്പായും ഇത് അങ്ങനല്ല, ഞാൻ വന്ന് പെടുന്ന പടങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ സെലക്ട് ചെയ്ത് പോകാനുള്ളതൊന്നും ആയിട്ടില്ല. നമുക്ക് വരുന്ന പരിപാടികൾ ചെയ്യുന്നതാണ്. ചേട്ടൻ എനിക്ക് അറിയാനുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് വാഴയിൽ എനിക്ക് ആ ഒരു പരിപാടിയാണ്. ഇത് സാഞ്ചു ഭായ് എനിക്ക് നേരത്തെ അറിയാനുള്ള ആളാണ്. പുള്ളി വാലിമീനും എനിക്ക് ഒരു റോള് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ട്. മമ്മി കുലിക്കുമോ? ഉറപ്പ്. മമ്മി എങ്ങനെ മമ്മി തിയേറ്റർ കുലുക്കുമെന്നല്ലേ? ഓക്കെയാണ്. മറ്റേ പൃഥ്വിയോട് നമ്മൾ ഈയിടെ എല്ലാ പ്രസ് മീറ്റില് എമ്പുരാനെ കുറിച്ച് ചോദിക്കുമ്പോ ചെറിയ പടം ആ പറയുന്നവരാണ് ഷറഫു. എനിക്കില്ലാന്ന് ആദ്യമേ അങ്ങ് അല്ല, അങ്ങനെ എമ്പുരാനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ നമുക്ക് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ മമ്മി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എന്താ പറയാ, എല്ലാവർക്കും വന്ന് കാണാവുന്ന ഒരു എന്തായാലും ചിരിക്കും. ട്രെയിലർ കണ്ടപ്പോ ഞാൻ ആദ്യമായിട്ട് കാണാണ്. അപ്പൊ കാണുമ്പോൾ ഞാനും ചിരിച്ചു. അപ്പൊ ഉറപ്പായിട്ടും സിനിമയ്ക്കും ചിരി വരും.